പതിവ് പോലെ തന്നെ നമ്മൾ രാവിലെ നേരത്തെ ജിമ്മിലോട്ട് പോവാണ്. ജിമ്മിൽ ചെന്നതിന് ശേഷം ഇന്നധികം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ ആദ്യം കാർഡിയോ ആണ് ചെയ്തത്. കാർഡിയോ ചെയ്യുന്ന സമയത്ത് തീരെ ആൾക്കാരുണ്ടായില്ല, 1-2 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം കാർഡിയോ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ട്രൈസെപ്സാണ് വർക്ക് ചെയ്തത്. അപ്പോൾ കാർഡിയോ കഴിഞ്ഞ ശേഷം നേരെ ജിമ്മിലോട്ട് പോയി ട്രൈസെപ്സും വർക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇന്ന് ഉപ്പുമാവും പഴമായിരുന്നു. ഉപ്പുമാവും പഴം കഴിച്ചതിന് ശേഷം പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ വർക്കിന് കയറി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പണിയെടുത്തു. അതിന് ശേഷം പിന്നെ കുറച്ച് നേരം കിടന്ന് പണിയെടുത്തു. പിന്നെ കുറച്ച് നേരം താഴെ റൂമിൽ പോയിരുന്ന് പണിയെടുത്തു. അപ്പോൾ പണിയെടുത്തു എന്ന് പറയുമ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഞാൻ ചെയ്യുന്ന വർക്ക്. അതുകൊണ്ടാണ് ഞാൻ അവിടെ താഴെ നിന്നും അതുപോലെ മുകളിൽ റൂമിലൊക്കെ ഇരുന്ന് ലാപ്ടോപ്പ് ഉണ്ടെങ്കിലൊക്കെ അവിടെ ഇരുന്ന് പണിയെടുക്കാമല്ലോ. അപ്പോൾ അതാണ് വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കമൻറ്റുകൾ ഞാൻ കണ്ടു കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഫ്രം ഹോമാണ്. ഒരു 3-4 മാസമായിട്ട് അതാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞു, ഞാൻ ചോറൂണൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന സംഭവമാണ് ഈ റൂം ഒന്ന് സെറ്റപ്പ് ആക്കണം, അതായത് ക്ലീൻ ആക്കണം. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ലാപ്ടോപ്പും മോണിറ്ററുള്ള ഒരു സെറ്റപ്പ് എൻ്റെ പണ്ടത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം. അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്യാറുണ്ട്. അതായത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി ലൈറ്റ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ ഇവിടെ ഇതാണ് കോലം. അത് എൻ്റെ ഡ്രസ്സുകളാണ്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ ഈ കിടക്കയും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ചെറിയ പരിപാടി. എന്തായാലും നമുക്ക് ജസ്റ്റ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ പണിക്ക് ശേഷം പണ്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന അതേ ഒരു സെറ്റപ്പ് നമ്മൾ തിരിച്ച് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല. ഒരു ലാപ്ടോപ്പ് വയ്ക്കുക, അതേപോലെ തന്നെ HDMI കണക്ട് ചെയ്തിട്ട് ഒരു മോണിറ്റർ വയ്ക്കുക, അതേപോലെ തന്നെ അതിൻ്റെ നടുവിലൊരു ലൈറ്റ്, ഒരു RGB ലൈറ്റാണിത്. അപ്പോൾ ഇതിങ്ങനെ തൊടുമ്പോൾ കളർ മാറും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇതേപോലെ കളർ മാറും. പല പല കളറുകളുണ്ട്. അതിന് റിമോട്ടും ഉണ്ട്. റിമോട്ടിൽ വേണമെങ്കിൽ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ ബിൽഡ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സംഭവം ജസ്റ്റ് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. നമ്മുടെ ട്രൈപ്പോഡൊക്കെ അടക്കി വെച്ച് കിടക്കയിൽ ഞാൻ അപ്പം ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കൂടി ചുളിഞ്ഞതാണത്. കിടക്കയിൽ നമ്മൾ ഏകദേശം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റൂം ടോട്ടൽ മൊത്തത്തിൽ ഏകദേശം ഒന്ന് സെറ്റപ്പ് ആയിട്ട്. അപ്പോൾ ഇതായിരുന്നു മെയിൻ പണി. അതായത് ഈ ഒരു സെറ്റപ്പ് ഒന്ന് റീബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ച് കാണിച്ചില്ല. ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോഴാണ് ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇഷ്ടത്തിനനുസരിച്ചുള്ള നമുക്കിങ്ങനെ ലൈവ് വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് വാൾപേപ്പർ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു വാൾപേപ്പർ. അടിപൊളി സംഭവമാണ്. ഇത് കാറിൻ്റെ വാൾപേപ്പറാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എടുക്കുമ്പോൾ വെച്ചാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പണ്ടത്തെ വീഡിയോസിലൊക്കെ വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചാളായിട്ട് അധികം ഇവിടെ അകത്ത് വീഡിയോ എടുക്കാത്താലും പുറത്താണ് വീഡിയോ എടുക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ കാറാണ്, നമ്മുടെ RC കാറാണ്. G-Wagon RC കാറാണത്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങൾ ഇവിടെ ടേബിൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ കവറുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയൻ, പിന്നെ സ്പീക്കർ, ട്രൈപ്പോഡ്, പിന്നെ കുറേ കൂളിംഗ് ഗ്ലാസ്സുകൾ ഈ അടുത്ത് വാങ്ങിച്ചിരുന്നു കുറച്ച് വീഡിയോ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സംഭവങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെയും അതേപോലെ തന്നെ അക്സസറീസ് സംഭവങ്ങളുടെയൊക്കെ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഫുള്ള് കളക്ഷൻ്റെ. അപ്പോൾ അത് നമ്മൾ എപ്പോഴേലും എങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായുള്ളൂ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.